കുറേ സ്ഥലങ്ങൾ ഇന്ന് പോകണം. കുറേ ചുട്ടിയില്ലേ അവൾക്ക് വെച്ചത് അതുകൂടെ തന്നാണ്. കുട്ടി വ്ളോഗായിരുന്നു കേട്ടോ. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ വലിയ വ്ളോഗ് എടുക്കണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്തുവായിരുന്നു, കുറേ പരിപാടികളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. ഒന്നും നടന്നിട്ടില്ല. അപ്പം നേരെ എങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കുകയാണ്. കുറേ സ്ഥലങ്ങൾ ഇന്ന് പോകണം. കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ധന്യയുടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഓർണമെൻറ്റ്സ് റെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് അത് പോയി എടുക്കണം. പിന്നെ മേക്കപ്പ് ബാഗ്, ഹെയർ സ്റ്റൈലിൻ്റെ ബാഗ് അവളെ കയ്യിൽ ഇരിക്കുകയാണ്. സാധനങ്ങൾ ഇരിക്കുന്ന ബാഗ് അവളെ കയ്യിൽ ഇരിക്കുകയാണ്. അത് പോയി എടുക്കണം. അങ്ങനെ ഒരു 100 കൂട്ടം പരിപാടി. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോട്ടെ. ഇവിടെ വരുത്ത നല്ല ഉറക്കത്തിലാണ്. എൻ്റെ വണ്ടിയുടെ അടിയിലാണ് വന്ന് കിടക്കുന്നത്. കുട്ടു എൻ്റെ വണ്ടിയുടെ അടിയിലേ കിടക്കത്തുള്ളൂ. അത് വന്ന് അന്ന് മുതലേ അവൻ ഇവിടെ കിടക്കത്തുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം ഇവിടെയാണെന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം കേട്ടോ. ഇത് പിന്നെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. കുഞ്ഞെന്ന് പറയാൻ വളരെ കുഞ്ഞു വീഡിയോ എടുക്കാൻ നേരത്ത് വലിയൊരു വീഡിയോ ആക്കി എടുക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടൊന്നും നടന്നില്ല. കാരണങ്ങൾ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറേ പേഴ്സണൽ പ്രോബ്ലംസ് കാരണം നടന്നില്ല കേട്ടോ. എന്തായാലും ഉള്ള വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. എനിക്ക് ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണ് ഓരോരോ ദിക്കിന്ന് എല്ലാം സോൾവ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാം ഫേസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡും കയ്യിൽ നിന്ന് പോകും. ഇന്ന് വീഡിയോ ഫുൾ എടുക്കണം, ഇതെടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. സത്യം പറയാൻ ഇതൊരു ചീറ്റിപ്പോയ വീഡിയോ ആണ്. ചീറ്റിപ്പോയ ഒരു വ്ളോഗാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പോൾ ഞാൻ മുറ്റത്ത് നോക്കിയപ്പോഴത്തേക്കും തുണി കഴുകിയിട്ടിരിക്കുകയായിരുന്നു. അതായത് നമ്മളെ സലൂണില്ല ടവൽസൊക്കെ കഴുകിയിട്ടേക്കായിരുന്നു. അപ്പോൾ അതെടുത്തോണ്ട് ചെല്ലണം. അങ്ങനെ വേഗം പോയി കവറൊക്കെ എടുത്തോണ്ട് വന്നു. ടവലെല്ലാം പറക്കി വെച്ചു കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ മറന്നുപോയ 8ൻ്റെ പണി. പിന്നെ കഴിഞ്ഞിട്ട് അങ്ങേ ദിവസം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം. അപ്പോൾ രാവിലെ ധന്യരെ അങ്ങോട്ടേക്ക് പോയി. എനിക്ക് സാധനങ്ങൾ എടുക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആ സാധനങ്ങൾ എടുത്ത് കൊടുക്കണം. കാരണം അതിരിക്കുന്നതോറും നമ്മളെ കയ്യിൽ നിന്നൊക്കെ പൈസ ഇറങ്ങും കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പോയി സാധനം എടുത്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ഇന്നലെ യഥാർത്ഥത്തിൽ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇന്നലെ വന്ന് എടുക്കാനേ പറ്റിയിരുന്നില്ല. അതാണ് ഇന്ന് രാവിലെ ഇറങ്ങിയത്. അല്ലെങ്കിലും ഇന്ന് രാവിലെ എണീറ്റപ്പോഴേ വശപ്പശകായിരുന്നു, കുറേ പ്രോബ്ലംസ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്യുന്നത് ദിവസം ആകെ വട്ടപ്പൂജ്യമായിരിക്കുമെന്ന്. അതുകൊണ്ട് ചെയ്യാനുള്ള ജോലികൾ ഞാൻ വിചാരിച്ചു ആ ജോലികളെങ്കിലും കറക്റ്റിന് ചെയ്ത് തീർക്കണം, വേറെ എന്ത് സംഭവിച്ചാലും ശരിയെന്ന്. അങ്ങനെ ധന്യരെ അവിടെ പോയി. അപ്പോൾ സാധനങ്ങളൊക്കെ പറക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നാമത്തെ കാര്യം മേക്കപ്പ് ബാഗ് എൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ഹെയറിൻ്റെ ആക്സസറീസ് ഇതൊക്കെ അവളെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ ഒരു വർക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ അവളിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ ഒരു ചെറിയൊരു വർക്കിൻ്റെതാണ് കേട്ടോ. അങ്ങനെ അവളിൽ നിന്ന് റെൻറ്റിൻ്റെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇനി കടയിൽ കൊടുക്കുക, പേയ്മെൻറ്റ് അടയ്ക്കുക. ഇനിയിപ്പം ഇതും കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലോട്ട് പോകണം. കഴിഞ്ഞതിൻ്റെ അങ്ങേ ദിവസം ഞാൻ പാതിരാത്രി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഫെക്ഷൻ ആയതാണ്, യൂറിനറി ഇൻഫെക്ഷൻ ആയതാണ്, വെള്ളം കൂടി വളരെ കുറവാണ്. അങ്ങനെ അഡ്മിറ്റ് ആക്കിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ രാത്രി 2-3 മണിയായി കേട്ടോ. 11 മണിയായപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വയറുവേദനയായിരുന്നു. കിടന്നുറങ്ങാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ധന്യയാണ് വിളിച്ചത്. അപ്പോൾ ആരും ഒന്ന് വിളിക്കുമെന്ന് വിചാരിച്ച് ധന്യയാണ് വിളിച്ച് രാത്രി കാഷ്വാലിറ്റിയിലോട്ട് വന്നു. ടെസ്റ്റിനൊക്കെ കൊടുത്തു. അപ്പോൾ ഇനി ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ പൊന്നടാവേ, ഇതിനകത്ത് കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതിനകത്തൂടെയാണ് ഞാൻ വന്നതെന്നോ ഏതിനകത്തൂടെയാണ് എനിക്ക് പുറത്തോട്ട് പോകേണ്ടതെന്നോ എനിക്കറിയാൻ പറ്റത്തില്ല. ഗോകുലത്തിലാണ് കേട്ടോ വന്നത്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അതുകൊണ്ട് വന്ന വഴി ഞാൻ നോക്കി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മൈൻഡിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുവഴിയാണ് ഞാൻ വന്നതെന്ന്. അല്ലെങ്കിൽ 1 മണിക്കൂർ ഇതിനകത്ത് കിടന്ന് ഞാൻ കറങ്ങും. അപ്പോൾ റിപ്പോർട്ട് ചോദിച്ച സമയത്ത് അവർ പറയും താഴെ ഇരിക്കുകയാണ്, അത് മുകളിലോട്ട് വരണമെന്ന് പറയും. അപ്പോൾ പിന്നെ 10-15-20 മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ. മോനൂട്ടിനെ ഞാൻ പ്രസവിച്ചത് ഇവിടെയൊക്കെ തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഭയങ്കര പാടാണ്. മെഡിക്കൽ കോളേജൊക്കെ ഇല്ലേ, അതിനകത്തായിപ്പോയ ഒരു ഫീലാണ് കേട്ടോ. ഇത് മെഡിക്കൽ കോളേജ് തന്നെ അല്ലാന്നല്ല, പക്ഷേ അത്രയ്ക്കും ഇല്ലെങ്കിലും ഞാൻ അതിനകത്ത് പെട്ടു പോകാറുണ്ട്. ആരെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ മെയിനായിട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ആശുപത്രി പോകാൻ ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലാണ്. അത് പറയാൻ എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. ഭയങ്കര മടിയാണ്, ടാബ്ലറ്റ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഏട്ടനൊക്കെ ഫോൺ വിളിച്ചിട്ട് ഞെരിപ്പായിരുന്നു. ഹോസ്പിറ്റലിൽ പോകില്ല വച്ചുകൊണ്ടിരിക്കുമ്പോൾ. സത്യമാണ്, ഞാൻ ഇതൊരു 5-6 മാസം കൊണ്ടേ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെയാണ് സംഗതി കയറി അങ്ങ് കടുത്തു. എന്തായാലും ആശുപത്രിയിലൊക്കെ വന്നു, കുഴപ്പമില്ല. ഒന്നാമത്തെ കാര്യം എൻ്റെ വെള്ളം കൂടി
ഒട്ടും ശരിയല്ല. വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ്. ആഹാര രീതികൾ വളരെ മോശമാണ്. കിട്ടി കഴിച്ചാൽ കഴിച്ചു, എന്തെങ്കിലും എടുക്കും കഴിക്കും, അതൊക്കെ ഉള്ള ഒരു രീതികളാണ്. അതൊന്നും അത്ര നല്ലതല്ല എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടുപോകണമെന്നാണ് കേട്ടോ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ല തിരക്കാവുന്ന ദിവസങ്ങളിലൊക്കെ ഒന്നിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവത്തില്ല. പാർലറിൽ വർക്ക്, പുറത്ത് വർക്ക്, അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയം സത്യം പറയാൻ നമ്മളെ ഹെൽത്ത് നോക്കാതെയാണ് നിൽക്കുന്നത്. ചിലപ്പോൾ രാവിലെ നിൽക്കുന്നതാണ്, വെളുപ്പിന് നിന്ന് രാത്രി വരെയും ഒരേ നിൽപ്പായിരിക്കും. അപ്പോൾ അതിൻ്റേതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. എനിക്കറിയാമായിരുന്നു ഇത് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചേ നിൽക്കത്തുള്ളൂ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിറ്റ് ആവും എന്നൊക്കെ വിചാരിച്ചാണ്, അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ല. ഇനിയും ഞാൻ മര്യാദയ്ക്ക് എൻ്റെ ഹെൽത്ത് നോക്കിയാൽ നന്നായി പോവും. ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ വീണ്ടും മോശമായിരിക്കും. എനിക്കറിയാമായിരുന്നു, സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഇതെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ കൊണ്ടുവന്ന് വയ്ക്കുമെന്ന്. കാരണം അത്രയ്ക്ക് കെയർലെസ് ആയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചില ദിവസങ്ങളിൽ നിൽക്കുന്നത് കേട്ടോ. എനിക്ക് മെൻ്റലി നല്ല സ്ട്രെസ്സുണ്ട്. നല്ല സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സ്ട്രെസ്സുണ്ട്. എല്ലാം മാനേജ് ചെയ്ത് പോകാൻ എന്നെക്കൊണ്ട് ചില സമയങ്ങളിൽ പറ്റാറില്ല. എന്തായാലും ഇനിയെങ്കിലും ഇമ്പ്രൂവ് ചെയ്യിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് എങ്കിലും കേട്ടോ. എന്തിനു പറയുന്നത്, ഈ വരുന്ന വഴിക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പേഴ്സണലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യുക. സത്യം പറയാലോ, ചില നേരത്ത് കിളികൾ പറക്കും. ഓക്കെ, അതെന്തായാലും പോട്ടെ. അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചപ്പാത്തിയും ഗ്രേവിയും അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന്. അപ്പോഴവിടെ ബെറോട്ട ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ബെറോട്ട കഴിക്കുന്നത് ഇഷ്ടമല്ല, കാരണം അത് ഒട്ടും നല്ലതല്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് ബെറോട്ട ഇഷ്ടമേ അല്ല. പക്ഷേ ചപ്പാത്തി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ബെറോട്ട എനിക്ക് വാങ്ങിക്കേണ്ടി വന്നു. പിന്നെ ഒരു ഹോട്ടൽ നോക്കി പോകണമെങ്കിൽ ഞാൻ ക്രോസ് ചെയ്ത് അങ്ങ് അപ്പുറത്ത് പോകണം. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തൽക്കാലം 2 ബെറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ പാർലറിലോട്ടാണ് വന്നത്. അപ്പം ഫുഡൊക്കെ കഴിക്കുക. 12:30 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ രോഹിണി ഉണ്ട്. രോഹിണി 10 മണിക്ക് എത്തിയതുകൊണ്ടാണ് ഞാൻ പിന്നെ 1-2 കാര്യങ്ങൾ തീർത്തിട്ട് വരാമെന്ന് വിചാരിച്ചത്. അഥവാ അവൾ എത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ കറക്റ്റ് 10 മണിക്ക് തന്നെ കയറിയേനെ. ഒന്നെങ്കിൽ അവളുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ലേറ്റാവും, അല്ലെങ്കിൽ ഞാനുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ ലേറ്റാവും. അങ്ങനെ ഒരു ടൈം കാൽക്കുലേഷനിലാണ് സത്യം പറയാൻ നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. വലിയ വിശാലമായിട്ടുള്ള ഒരു വ്ളോഗൊന്നും ആയിരുന്നില്ല, ചെറിയ കുട്ടി വ്ളോഗായിരുന്നു കേട്ടോ. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ വലിയ വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. നല്ല രീതിയിൽ വലിയ വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ സമയത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണവും പിന്നൊന്നും പറയണ്ട, ഞാൻ പറയല്ലോ വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ടാണ് എൻ്റെ വ്ളോഗൊക്കെ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഞാൻ കുറേ കണ്ടന്റുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.